ഹായ്, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ APRN വീക്ക് സെലിബ്രേഷന് പോയപ്പം പലതരത്തിലുള്ള പ്രൊഫഷണൽ ഉള്ളവരെ കണ്ട്, പ്രത്യേകിച്ച് നേഴ്സസിനെ. അപ്പോൾ നേഴ്സസ് അവരുടെ കരിയർ അഡ്വാൻസ്മെൻറ്റിൽ കൂടെ അവർ നേഴ്സിങ്ങിൻ്റെ തന്നെ പല തലത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നവരിൽ എനിക്ക് ഏറ്റവും വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ആഴ്ച പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ ഐനെറ്റിൻ്റെ APRN അഡ്വാൻസ് പ്രാക്ടീസ് രജിസ്റ്റേർഡ് നേഴ്സ് അതിൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള വ്യക്തിയാണിത്. അതായത് നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പലതും നേടണമെന്നുണ്ട്. പക്ഷേ എൻ്റെ സമയത്ത്, എൻ്റെ ജനറേഷനിലുള്ള ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അത് പലപ്പോഴും അന്നത്തെ സാഹചര്യത്തിലും പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിലും നമ്മൾ പല സ്വപ്നങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ കരിയറിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും. പക്ഷെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തി തൻ്റെ കരിയറിലും, അതായത് തൻ്റെ പേഴ്സണൽ ലൈഫിലും തൻ്റെ പ്രൊഫഷണൽ ലൈഫിലും തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഡ്രീംസും ഗോളും ഒരുമിച്ച് നേടാൻ വേണ്ടി കഠിന പ്രയത്നിച്ച് അതിൽ എത്തിയ ഒരാളാണ്. അതായത് നമ്മൾക്കറിയാം, പഠിക്കുന്ന കാലത്താണെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരാൾ ഒരു പ്രേമത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ആ പ്രേമത്തിൻ്റെ പിന്നാലെ പോയി കല്യാണം കഴിച്ച് സ്വസ്ഥം ഗ്രഹഭരണം, അല്ലെങ്കിൽ പ്രേമിച്ചവനെ തഴഞ്ഞിട്ട് കരിയർ അഡ്വാൻസ്മെൻറ്റിൻ്റെ പുറകെ പോയി ജോലിയിൽ ഉയർന്ന നിലയിലെത്തും. പക്ഷേ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന വ്യക്തി അങ്ങനെയല്ല. തൻ്റെ പ്രേമത്തിനും അതുപോലെ തന്നെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിലും തൻ്റെ കരിയർ അഡ്വാൻസ്മെൻറ്റിനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ തൻ്റെ പ്രൊഫഷനിൽ എത്ര ഉന്നത നിലത്തിലെത്താമോ അത്ര തലത്തിലെത്തി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, അതായത് എൻ്റെ സമയത്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സിനും അതുപോലെ മറ്റുള്ള ഡാൻസ്, പാട്ട്, ഇങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അതായത് നമുക്കത് പഠിക്കാം, പക്ഷേ അതൊരു കരിയറായിട്ട് കാണാനായിട്ടോ ഒരു പരിധിയിൽ കൂടുതൽ അതിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ടോ പല സാഹചര്യങ്ങൾ കൊണ്ടും പലർക്കും അത് നടന്നിട്ടില്ല. പ്രത്യേകിച്ചും ഒരു അതിപുരാതന ക്രിസ്തീയ കുടുംബത്തിലുള്ള ഒരു കുട്ടിക്ക് ഡാൻസിനൊക്കെ പഠിക്കാൻ വിടാനായിട്ട് അന്ന് കാലത്തൊക്കെ എല്ലാവരെയും ഞാൻ പറയുമല്ല, പല ഫാമിലികളും അങ്ങനെ വിടത്തില്ലായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയെങ്കിലും ഇപ്പോൾ ഇവിടെ അമേരിക്കയിലെത്തിയപ്പോൾ സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നപ്പോൾ തനിക്ക് തൻ്റെ ഡാൻസ് പഠിക്കാനുള്ള ചെറുപ്പത്തിലെയുള്ള ഒരാഗ്രഹം അതൊരു ഡ്രീമായിട്ട് കൊണ്ടു നടന്ന, ഒരു ഗോളായിട്ട് കൊണ്ടു നടന്ന വ്യക്തി ഇവിടെ വന്ന് സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നപ്പോൾ തൻ്റെ പഠിത്തത്തോടൊപ്പം ഇപ്പം തന്നെ പ്രൊഫഷണൽ ലൈഫിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിത്തത്തോടൊപ്പം തന്നെ തൻ്റെ ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റിൽ ഇപ്പോൾ ഡാൻസ് പഠിച്ച് അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഡാൻസിൻ്റെ പ്രോഗ്രാമുകളിൽ ഒക്കെ പങ്കെടുത്ത് തൻ്റെ ആഗ്രഹങ്ങളും ഡ്രീമുകളും നേടാൻ വേണ്ടി വളരെ കഠിന പ്രയത്നിക്കുന്ന നല്ല ബ്രേവായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന വ്യക്തി, അതായത് എങ്ങനെ എലിസബത്ത് റെഡ്ഡിയാറായി. ആ കഥ നമുക്ക് എലിസബത്ത് റെഡ്ഡിയാറിൽ തന്നെ കേൾക്കാം. നിങ്ങൾ എന്നോടൊപ്പം വരൂ, നമുക്ക് എലിസബത്തുമായി ഇതേപ്പറ്റി വിശദമായിട്ട് എലിസബത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.